സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടർ മീനാക്ഷി മോളുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും ഷാമ ഡോക്ടറിൻ്റെ അരികിലെത്തുക. എന്നിട്ട് ചോദിക്കണേ, എന്തിനാ ഡോക്ടറൊക്കെ വന്നത്? മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മോളെ എന്തിനാ ഇപ്പോൾ ഡോക്ടർ പരിശോധിച്ചത്? ഓ മനസ്സിലായി, സ്കൂളിൽ നിന്ന് വിട്ടതായിരിക്കുമല്ലേ റുട്ടീൻ ചെക്കപ്പിനായിട്ട്. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ മോളുടെ അരികിലേക്ക് ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് ശ്യാമ നേരെ മീനാക്ഷിയുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ഈ സമയം ഡോക്ടർ ചോദിക്കണേ, അല്ല ആരാ ഇത്? മീനാക്ഷിയുടെ അമ്മയാണോ? ഏയ് അല്ല, ഏഞ്ചല് ഇവിടുത്തെ ഒരു അന്ത്യവാസി തന്നെയാണ്. മീനാക്ഷി മോള് വെള്ളത്തിൽ വീണല്ലോ, അപ്പോൾ ഏഞ്ചല ചാടി രക്ഷപ്പെടുത്തിയത്. അതിനുശേഷം മീനാക്ഷിയോട് ഏഞ്ചലിന് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റാണ്. തൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് ഏഞ്ചൽ മീനാക്ഷിയെ കാണുന്നത്. പിന്നെ അതങ്ങനെ തന്നെ തുടർന്നോട്ടെ എന്ന് വിചാരിച്ചു. നമുക്കാർക്കും ദോഷമില്ലാത്ത കാര്യമാണല്ലോ. അവർക്ക് അമ്മയും മകളുമായിട്ട് പരസ്പരം മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ, പരസ്പരം സ്നേഹം പങ്കിടാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയല്ലേ. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, ശങ്കർജിയുടെ പരീക്ഷണങ്ങളൊക്കെ നല്ലതിന് തന്നെയാണ്. അതൊക്കെ ഒത്തിരി പേർക്ക് വിജയം കണ്ടിട്ടുമുണ്ടല്ലോ. പക്ഷേ മീനാക്ഷി മോളുടെ അസുഖം എന്താണെന്നുള്ള കാര്യം അവരോട് മറച്ചു വെക്കുന്നത് ശരിയാണോ? തൽക്കാലം ഏഞ്ചലിൻ്റെ ഈ മാനസികാവസ്ഥയിൽ അതൊന്നും ഉൾക്കൊള്ളാൻ ഏഞ്ചലിനെ കൊണ്ടാവില്ല. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ശരി ശങ്കർജി, പിന്നെ മരുന്നിനും മറ്റുമായിട്ട് അങ്ങോട്ട് വിട്ടാൽ മതി ആളുകളെ, ഞാൻ കൊടുത്തു വിട്ടോളാം. അങ്ങനെ പറഞ്ഞ ഡോക്ടർ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയുടെ അരികിലേക്ക് ഓടിപ്പോയിരിക്കുന്ന ഏഞ്ചലിനെയാണ് കേട്ടോ. അങ്ങനെ മീനാക്ഷിയുടെ മുടിയിലൊക്കെ തലോടിക്കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന മീനാക്ഷി തന്നെ നോക്കി സന്തോഷത്തോടിരിക്കുവാണ് ഏഞ്ചൽ. ഈ സമയം ഊർമിള ശങ്കർജിയോട് പറയുന്നുണ്ട്, അല്ല ശങ്കർജി, ഇങ്ങനെ പോയി കഴിഞ്ഞാലേ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഏഞ്ചലിൻ്റെ പോക്ക് കണ്ടിട്ട് എനിക്കെന്തോ ഭയം തോന്നുന്നു. ഇതിൽ പ്രത്യേകിച്ച് ഭയക്കാനുള്ള കാര്യമൊന്നുമില്ല. അവർ പരസ്പരം സ്നേഹിക്കുന്നു. ഒരമ്മയുടെ വാത്സല്യം മീനാക്ഷി മോൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ മകളെ സ്നേഹിക്കാനുള്ള ആഗ്രഹം നിറഞ്ഞു തളുമ്പുന്നൊരു മനസ്സാണ് ഏഞ്ചലിനും ഉള്ളത്. അവർ സ്നേഹിച്ചോട്ടെ, തൽക്കാലം അതിലിപ്പോൾ ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയാണ് കേട്ടോ. അവിടെ രാധികയാണെങ്കിൽ ശ്യാമയെക്കുറിച്ചുള്ള പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടത്തോടെ ഇരിക്കുവാണ്. തൻ്റെ അമ്മയുമൊത്തുണ്ടായ നിമിഷങ്ങളും അമ്മ തനിക്ക് ഭക്ഷണം വാരുത്തന്നതും തന്നെ ചേർത്ത് പിടിച്ചതും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഓർത്ത് സങ്കടത്തോടെ ഇരിക്കുവാണ്ട് രാധിക. ഈ സമയത്തായിരിക്കും അവിടെ ജോലി ചെയ്യുന്ന ചേച്ചി രാധികയുടെ അരികിലേക്ക് എത്തുന്നത്. മോളെ, എന്താ ചേച്ചി പറഞ്ഞോ? അത് പിന്നെ മോളെ, ഞാനേ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് ഒരു പൊടിമില്ലുണ്ട്. അവിടെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ പൊടിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കുറച്ച് നാൾ ജോലിക്ക് നിന്നു. സത്യം പറഞ്ഞാൽ കഷ്ടപ്പാടാ. ആ പൊടിയും മറ്റുമൊക്കെ ശ്വസിച്ച് നല്ല അസുഖമൊക്കെ വന്നിരുന്നു. അന്നേരം ഡോക്ടർ പോലും എന്നെ വിലക്കിയിട്ടുണ്ട്, ഇനി അവിടെ ജോലിക്കൊന്നും പോകണ്ടെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടേക്ക് വന്നതും മോളുടെ കൂടെ കൂടിയതുമൊക്കെ. എന്നും മോളുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങി ഇവിടെ നിന്ന് പോകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരാശ്വാസവും. അതെല്ലാമല്ലേ ഇപ്പം നിന്നത്. ചെയ്തു കൂട്ടുന്നവർക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാൽ മതിയല്ലോ. അതിൻ്റെ ദോഷം അനുഭവിക്കുന്നത് ബാക്കിയുള്ളവരല്ലേ. നമ്മുടെ എല്ലാവരുടെയും നല്ലൊരു ജീവനമാർഗമല്ലേ അവരെല്ലാവരും കൂടി ചേർന്ന് ഇല്ലാതാക്കി കളഞ്ഞത്. സോഷ്യൽ മീഡിയയിലൂടെ മറ്റും പറയുന്നവർക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാടും അവരനുഭവിക്കുന്ന വേദനകളൊന്നും അവർക്ക് മനസ്സിലാക്കണ്ടല്ലോ. ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, ആ മില്ലിൽ തന്നെ തിരിച്ച് വീണ്ടും ജോലിക്ക് പോയാലോ എന്നാ. അവിടെ ചെന്ന് അന്വേഷിച്ച് നോക്കിയാൽ തിരിച്ച് ജോലി കിട്ടുമോയെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കിയാലോ എന്ന് ആലോചിക്കുക. അന്നേരം രാധിക പറയണേ, അല്ല ചേച്ചി, ഡോക്ടർ വിലക്കിയതല്ലേ, അവിടെ പോകുന്നത് കൊണ്ട് ചേച്ചിക്കും ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയുള്ളപ്പോൾ അവിടെ വീണ്ടും പോകുന്നത് ശരിയാണോ? പക്ഷെ എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ. ചേച്ചി വിഷമിക്കാതിരിക്കുക. എന്താണെങ്കിലും 2 ദിവസം കൂടി നോക്കാം. ചേച്ചി ഒരു മിനിറ്റ് നിന്നേ. അങ്ങനെ പറഞ്ഞ് രാധിക അകത്തേക്ക് പോയി കുറച്ച് പണം എടുത്തുകൊണ്ട് വരുവാണ്. എന്നിട്ടത് ആ ജോലിക്കാരിക്ക് നേരെ നീട്ടുക. ഇത് ചേച്ചി കയ്യിൽ വെച്ചോ. അയ്യോ വേണ്ട മോളെ, മോളെനിക്ക് എല്ലാ കൂലിയും കൃത്യമായിട്ട് തന്നതല്ലേ, ഇത് വേണ്ട. സാരമില്ലെന്നേ, തൽക്കാലം ആവശ്യം ഇതുകൊണ്ട് നടക്കട്ടെ. ചേച്ചി ഇത് പിടിച്ചോ. 2 ദിവസം കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. എന്നാൽ ശരി മോളെ. അങ്ങനെ പറഞ്ഞ് ആ ചേച്ചി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം വരണു എത്തുന്നുണ്ട്. അന്നേരം രാധിക ആ ചേച്ചി പറഞ്ഞ കാര്യമൊക്കെ പറയുവാണ് കേട്ടോ. അത് കേട്ട് വരൺ ചോദിക്കണേ, അപ്പോൾ ആറ്റുവാശ്ശേരി സദ്യ ഇനി ഉണ്ടാവില്ലെന്ന് അവരങ്ങ് തീരുമാനിച്ചോ? ഏയ് അല്ല വരുൺ, അങ്ങനെയൊന്നുമല്ല. അവർക്കും കഷ്ടപ്പാടുണ്ടാവില്ലേ. ഈ ഒരു ജോലി ആശ്രയിച്ചായിരിക്കില്ലേ അവരും അവരുടെ കുടുംബവും ജീവിക്കുന്നത്. തൽക്കാലം 2 ദിവസം കഴിഞ്ഞ് എന്താ തീരുമാനം എന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും 2 ദിവസം നോക്കാം. അതുകൊണ്ടൊന്നും ശരിയായില്ലെങ്കിൽ പിന്നെ പോട്ടേന്ന് വെക്കാം. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? എടോ രാധികെ, താനിങ്ങനെ തളർന്നു പോകല്ലേ. താനിങ്ങനെ സങ്കടപ്പെട്ട് തളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുക. സോഷ്യൽ മീഡിയയിലൂടെ മറ്റും അവർ വളരെ ശക്തമായ രീതിയിൽ തന്നെ നമുക്കെതിരെ ഓരോ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ മറികടക്കാൻ നമ്മൾ കുറച്ച് പാടുപെടേണ്ടി വരും. എന്നാലും സാരമില്ല, എല്ലാം ശരിയാകും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായാൽ മാത്രം മതി. ഈ സമയം രാധിക പറയുന്നുണ്ട്, വരുൺ
ചേച്ചി പറഞ്ഞ ആ സങ്കടമൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അരുകിപ്പോയി ആ വിഷമമൊക്കെ പറഞ്ഞു തീർക്കാമല്ലോ എന്ന് കരുതിയതാ. പക്ഷേ എന്ത് ചെയ്യാനാ, എൻ്റെ അമ്മ പോലും എൻ്റെ കൂടെ ഇല്ലാതായി പോയില്ലേ. എടോ, താൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം കൂടി ഓർത്ത് വിഷമിക്കല്ലേ. അമ്മയുടെ കാര്യം ഓർത്ത് താൻ ഇനി ഇങ്ങനെ സങ്കടപ്പെടല്ലേ. താൻ ധൈര്യമായിട്ടിരിക്കും, എല്ലാ കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടാകും. താൻ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ പറഞ്ഞ രാധികയും കുട്ടി വരൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാധികയും ആ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിയും കൂടി പലരെ ചെന്ന് കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ പലരുടെയും പ്രതികരണം വളരെ മോശമാണ്. അവർക്കൊക്കെ ആറ്റുഭാഷയുടെ സദ്യയിലുള്ള വിശ്വാസം പോയി. അങ്ങനെ ഒരു ചേച്ചി രാധികയോട് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, എൻ്റെ വീട്ടിലേക്ക് ഞാൻ 2 പൊതിച്ചോറ് അവിടെ നിന്നും വാങ്ങുന്നുണ്ടല്ലോ. ഇപ്പോൾ ഏട്ടൻ അതിന് പോലും വേണ്ടെന്നൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത്. ഞാനാ ഓരോന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ തൽക്കാലം സമ്മതിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് നിന്നെ സഹായിക്കണമെന്നൊക്കെ ഉണ്ട് രാധികയെ, പക്ഷേ അതിനൊന്നും പറ്റാത്ത അവസ്ഥയായിപ്പോയി. നീനൊക്കെ എന്നോടൊന്നും തോന്നല്ലേ. അങ്ങനെ പറഞ്ഞ് ആ ചേച്ചി അവിടെ നിന്നും പോകുന്നുണ്ട്. അന്നേരം രാധിക കൂടെയുള്ള ചേച്ചിയോട് പറയണേ, എന്താണെങ്കിലും ആ ചേച്ചി നമ്മളെ സഹായിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു വാതിലടഞ്ഞാൽ നമുക്ക് അടുത്ത വാതിൽ നോക്കാം, അല്ലാതെ തളർന്നിരുന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് അവർ മുമ്പോട്ട് നടക്കുമായിരിക്കും. പെട്ടെന്നാണ് അവിടെ ഒരമ്മ തളർന്ന ആവശ്യമായിട്ട് നിലത്ത് റോഡിലിരിക്കുന്നത് കാണുന്നത്. ഈ സമയം ആൾക്കാരൊക്കെ അവരുടെ ചുറ്റും കൂടിയിട്ടുണ്ടാവും. അയ്യോ ചേച്ചി, ആ അമ്മക്ക് വയ്യാൻ തോന്നുന്നു, നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. അങ്ങനെ രാധികയും ആ ചേച്ചിയും കൂടി അവിടെ ആൾക്കൂട്ടത്തിൻ്റെ അരികിലെത്തുക. എന്താ പറ്റിയത്? എന്ത് പറയാനാ മോളെ? രാധികെ, ഇതേ കണ്ടില്ലേ, ഇതേ ഇവരുടെ വീടാണ്. ഇന്ന് രാവിലെ ആയപ്പോൾ ഇവരുടെ മോനെ ഈ വീടൊക്കെ പൂട്ടിപ്പോയി. ഇവരാണെങ്കിൽ ഇവിടെ കളഞ്ഞിട്ട് പോയിരിക്കുക. അയ്യോ, മോനെങ്ങോട്ട് പോയി? മോൻ ലണ്ടനിലോ മറ്റോ ആയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിയത്. ഇവർക്ക് ഒരു മോനാണ് ഉണ്ടായത്. ആ മോനെ പഠിപ്പിക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തിയെടുത്തത് ആ മോനെ. അതിനുശേഷം വിവാഹം കഴിഞ്ഞ് മോൻ ലണ്ടനിലേക്ക് പോയി. അതിനുശേഷം ആകെ ഒറ്റത്തവണ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ആ വന്ന വരവിലാണ് ഈ അമ്മയോട് ഇത്രയും വലിയൊരു ക്രൂരത കാണിച്ചിട്ട് പോയത്. അമ്മയുടെ പേരിലുള്ള വീട് സ്ഥലമെല്ലാം എഴുതി വാങ്ങിച്ചു. എന്നിട്ട് അമ്മയെ അടിച്ച് പുറത്താക്കി, വീടും അടച്ച് വാതിലും പൂട്ടി. അവൻ തിരിച്ച് ലണ്ടനിലേക്ക് തന്നെ പോയി. അന്നേരം അതൊക്കെ അറിഞ്ഞ് രാധിക വല്ലാതെ സങ്കടപ്പെടുക. അയ്യോ, എന്തൊരു കഷ്ടമാണ് ചെയ്തത്. ഈ സമയം അമ്മ സങ്കടത്തോടെ പറയാനേ, എന്ത് ചെയ്യാനാ മോളെ, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ മോനെ വളർത്തിയത്. കഴുത്തിലുണ്ടായിരുന്ന താലി പോലും പണയം വെച്ച് എൻ്റെ മോൻ്റെ പഠിത്തത്തിനും അവനെ ജീവിപ്പിക്കാനും വേണ്ടി ഞാൻ ചിലവഴിച്ചു. അവസാനം അവൻ വളർന്ന് നല്ലൊരു നിലയിലെത്തിയപ്പോൾ അവന് ഈ അമ്മ ഒരു ഭാരമായി തോന്നി. അവൻ അമ്മയെ എന്നേക്കുമായി കളഞ്ഞു. ഇതിലും ഭേദം അവൻ എനിക്ക് ചോറിലുമല്ലോ വിഷമോ മറ്റോ തന്ന് എൻ്റെ ജീവൻ തന്നെ അങ്ങ് അവസാനിപ്പിക്കുമായിരുന്നു. എന്തിനാ ഇങ്ങനെ ആർക്കും വേണ്ടാത്ത ജന്മമായിട്ട് ഞാനിങ്ങനെ ജീവിക്കുന്നത്? അയ്യോ അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ. നമ്മൾ ഓരോരുത്തർക്കും ദൈവം ഓരോ കടമകൾ നിർവഹിച്ച് തന്നിട്ടുണ്ട്. അത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്കിവിടെ നിന്നും ദൈവത്തിൻ്റെ അരികിലേക്ക് പോകാൻ പറ്റൂ. അതിനു മുമ്പ് നമ്മൾ പോകണമെന്ന് വാശി പിടിച്ചാലും അതിന് ദൈവം സമ്മതിക്കില്ല. ഞാനിനിയിപ്പോൾ ഈ വയസ്സാം കാലത്ത് എങ്ങോട്ട് പോകാനാ മോളെ? അമ്മ വിഷമിക്കാതിരിക്കുക. മറ്റെവിടേക്കും നമുക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അമ്മയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അന്നേരം രാധികയുടെ കൂടെയുള്ള ചേച്ചി പറയണേ, അയ്യോ മോളെ, അതൊക്കെ പിന്നീട് വലിയ പ്രശ്നമാകും. ഇപ്പോൾ ഇവരെ കളഞ്ഞിട്ട് പോയ മോൻ തന്നെ വന്ന് പിന്നെ മോളോട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് വരും. അതൊക്കെ വലിയ ഊരാ കൊടുക്കാണ് ചേച്ചി. പിന്നെ ഈ അമ്മയെ ഇങ്ങനെ വഴിയിലിട്ടിട്ട് പോകാൻ പറ്റുമോ? അമ്മ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ? ഏയ് ഇല്ല മോളെ, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ആദ്യം നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകാം, ഡോക്ടറെ ചെന്ന് കാണാം, എന്നിട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം. അത് ശരിയാ രാധികെ, ആദ്യം ഇവരെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. എന്നിട്ട് പിന്നെ സ്റ്റേഷനിൽ പോകണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻറ്റും കൊടുക്കാം. അതെന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. അങ്ങനെ പറഞ്ഞ രാധിക ആ ചേച്ചിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ആശ്രമം കേട്ടോ. ശങ്കർജി അങ്ങനെ ഊർമിളയോട് പറയണേ, അതെ ഊർമിളെ, ഞാനെന്താണെങ്കിലും ഇന്ന് സിറ്റിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ സിറ്റി പോകുമ്പോൾ മീനാക്ഷി മോളെ ഹോസ്പിറ്റലിലും കൂടി ഒന്ന് കാണിക്കാമല്ലോ. അവളുടെ ചെക്കപ്പുകളൊന്നും എടുക്കാം. എന്താണെങ്കിലും സ്നേഹയോട് റെഡിയാക്കാൻ പറയാം മീനാക്ഷിനെ. ഞാനും സ്നേഹം മീനാക്ഷിയും കൂട്ടിപ്പോയിക്കോളാം. തൽക്കാലം ഊർമിള വരണ്ട. ഊർമിള ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. ശരി ശങ്കർജി, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. അങ്ങനെ ഊർമിളയും സ്നേഹയും കൂടി നേരെ മീനാക്ഷി മോളുടെ അരികിലേക്ക് എത്തുവാണ്ടോ. ഈ സമയം മീനാക്ഷിക്ക് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും ശ്യാമ. അന്നേരമായിരിക്കും ഊർമിള അവിടെ എത്തുന്നത്. മോളെ മീനാക്ഷി, വന്നേ, വേഗം റെഡിയായിട്ട് വാ. ശങ്കർജിയെ മോളെ ഹോസ്പിറ്റലിൽ പോകാൻ വിളിക്കുന്നുണ്ട്. അന്നേരം ശ്യാമ ചോദിക്കണേ, മോളെ എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്? മോൾക്ക് വയ്യേ? അതെ, മീനാക്ഷി മോൾക്ക് മാസത്തിൽ ഇതുപോലെ ഡോക്ടറെ കാണാനും ഹോസ്പിറ്റലിൽ പോകാനും ചെക്കപ്പൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട്. അതെല്ലാ മാസവും ചെയ്യുന്നതാ? ആണോ? അങ്ങനെയാണെങ്കിൽ മോളുടെ ഒപ്പം ഞാനും വരാം. വേണ്ട, ഏഞ്ചൽ വരണ്ട, ഞങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ. അതെന്താ, മോളുടെ കൂടെ അമ്മയാ വരേണ്ടത്. എൻ്റെ മോളുടെ ഒപ്പം ഞാനും വരും, അല്ലെങ്കിൽ മോളെ ഞാൻ എങ്ങോട്ടും വിടില്ല. മോളെ,
അമ്മ വന്നില്ലെങ്കിൽ മോളും പോകണ്ട കേട്ടോ. ആ ഏഞ്ചൽ വെറുതെ വാശി പിടിക്കല്ലേ, മര്യാദക്ക് പറയുന്നതനുസരിക്കാൻ നോക്ക്. ശങ്കർജിക്ക് ഏഞ്ചൽ കൂടെ വരുന്നത് ഇഷ്ടമല്ല. ഇല്ല ഞാനും വരും, അല്ലെങ്കിൽ എൻ്റെ മോൾ എങ്ങോട്ടും വരില്ല. ശങ്കർജിയോട് ഞാൻ പറയാം. അന്നേരം ശങ്കർജി അങ്ങോട്ടേക്ക് വരുവാ. എന്താ എന്താ പറ്റിയത്? അന്നേരം ശ്യാമ പറയണേ, മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഞാനും കൂടി വരും. എനിക്ക് എൻ്റെ മോളെ ഒറ്റ കൂടാൻ പറ്റൂല. ഏഞ്ചൽ ഏഞ്ചൽ ഇങ്ങനെ വാശിയൊന്നും പിടിക്കരുത് കേട്ടോ. സ്നേഹേ, തൽക്കാലം ഏഞ്ചലും കൂടി നമ്മുടെ ഒപ്പം വന്നോട്ടെ, അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഏഞ്ചൽ മോളെ റെഡിയാക്കി കൊണ്ടുപോവാം. സ്നേഹേ, ഇവർ വേഗം ചെന്ന് റെഡിയാക്ക്. അങ്ങനെ അവരവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ഊർമിള പറയണേ, ശങ്കർജി ഇതൊക്കെ വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്, കണ്ടില്ലേ ഇപ്പോൾ തന്നെ. അന്നേരം ശങ്കർജി പറയണേ, അവർ പരസ്പര സ്നേഹം കണ്ടെത്തുന്നുണ്ട്. ഏഞ്ചലിന് വന്ന മാറ്റം കണ്ടില്ലേ? ഏഞ്ചൽ ഇപ്പോൾ എത്ര ഫ്രീ ആയിട്ടാണ് സംസാരിക്കുന്നത്. അതിന് കാരണം മീനാക്ഷി മോള. അതുപോലെ മീനാക്ഷിയുടെ സങ്കടവും മാറിയില്ലേ? അവൾ പലപ്പോഴും ഒറ്റക്കിരുന്ന് സങ്കടപ്പെടുന്നതൊക്കെ കാണാറില്ലേ? എന്നാൽ ഇപ്പോൾ അവൾക്കൊരു അമ്മയുടെ സ്നേഹം കിട്ടുന്നുണ്ട്. അതിന് കാരണം ഏഞ്ചലാണ്. അങ്ങനെ അവർ തമ്മിൽ പരസ്പരം ഒരു സ്നേഹം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. പിന്നീട് കാണിക്കുന്നത് രാധിക ആ ഒരു അമ്മേനെയും കൂടി ഹോസ്പിറ്റലിൽ വന്നിരിക്കുവാണ് കേട്ടോ. ഡോക്ടർ അങ്ങനെ ആ ഒരു സ്ത്രീയെ പരിശോധിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് പറയണേ, ഭക്ഷണമൊന്നും കഴിക്കാത്തതിൻ്റെ ക്ഷീണവും തളർച്ചയൊക്കെ കാണുന്നുണ്ട്. ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം കേട്ടോ. പിന്നെ IV കഴിയട്ടെ, അതിനുശേഷം എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് തന്നെ ഭക്ഷണം കഴിക്കാം. നല്ലപോലെ റെസ്റ്റ് എടുക്കണം. ഈ സമയം രാധിക നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. അങ്ങനെ ഡോക്ടറും രാധികയും പുറത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇവരെ പോലുള്ളവരുടെ കാര്യമൊക്കെ കഷ്ടമാണ്. സ്വന്തം ജീവനും ആയുസ്സും ഒക്കെ കളഞ്ഞ് മക്കളെ വളർത്തി വലുതാക്കും. എന്നിട്ട് അതേ മക്കൾ തന്നെ അവരെ ഇതുപോലെ ഉപേക്ഷിക്കും. അതിരിക്കട്ടെ, ഇനിയിപ്പോൾ ഈ അമ്മയെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഇവരിനി എങ്ങോട്ട് പോകും? അറിയില്ല ഡോക്ടർ, മറ്റൊരു വഴിയില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുന്നത്. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, എന്തെങ്കിലും വഴി കണ്ടെത്താൻ പറ്റുമെന്ന് ഞാനും ആലോചിക്കാം. പിന്നെ ഡോക്ടർ, നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാമോ? അധികം ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ പാടില്ല, ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം. ഫ്രൂട്ട്സായിട്ട് ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. എന്നാൽ ശരി ഡോക്ടർ, ഞാൻ പോയി കുറച്ച് ഓറഞ്ചോ മറ്റോ വാങ്ങിയിട്ട് വരാം. പിന്നെ കുട്ടി, ഞാൻ അമ്മയുടെ കാര്യം താമസിപ്പിക്കാൻ എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെന്ന് അതാലോചിക്കാമെന്ന് പറഞ്ഞത് കാര്യമായിട്ടാണ് കേട്ടോ. സീരിയസ് ആയിട്ട് തന്നെ ഞാൻ നോക്കാം. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ ആ അമ്മയ്ക്ക് കഴിക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ ഒരു സമയത്തായിരിക്കും ശങ്കർജിയുടെ കാറ് അവിടെ എത്തുന്നത്. അങ്ങനെ രാധിക പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ശങ്കർജി മീനാക്ഷിനെയും ഏഞ്ചലിനെയും കൂട്ടി കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവരങ്ങനെ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറുക. പെട്ടെന്ന് രാധികയാണെങ്കിൽ അവരുടെ തൊട്ടരികിൽ കൂടി തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നതും. പെട്ടെന്ന് മുന്നോട്ട് നടന്ന രാധിക എന്തോ ഒരു സംശയം തോന്നി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയം മീനാക്ഷിയും കൂട്ടി അകത്തേക്ക് കയറുന്ന ശ്യാമേനെ രാധിക കാണുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് മാത്രമാണ് കാണുന്നത്. അങ്ങനെ ശ്യാമയെ കണ്ട് സംശയത്തോടു കൂടി അങ്ങോട്ടേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന രാധികയാണ് കേട്ടോ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഡോക്ടർ മീനാക്ഷിയെ പരിശോധിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം മീനാക്ഷിക്കൊരു ഇഞ്ചക്ഷനും കൊടുക്കുക. അന്നേരം ഇഞ്ചക്ഷൻ്റെ കാര്യം അറിയുന്നതും ശ്യാമ ടെൻഷനിൽ ചോദിക്കണേ, അതെ ഒരു ഇഞ്ചക്ഷനേ ഉള്ളോ, അല്ലെങ്കിൽ മോൾക്ക് ഇനിയും വേദനിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. അങ്ങനെ ശ്യാമയുടെ സ്നേഹമൊക്കെ കണ്ട് ഡോക്ടറിന് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. പിന്നീട് ഡോക്ടർ ശങ്കർജിയോട് രാധിക കൊണ്ടുവന്ന അമ്മയുടെ കാര്യം പറയുവാണ്. അവരുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ ശങ്കർജീനെ അറിയിക്കുവാണ് കേട്ടോ. അങ്ങനെ ശങ്കർജി ഡോക്ടർക്കൊപ്പം ആ ഒരു സ്ത്രീനെ കാണാൻ വരിക. ഈ സമയം രാധികയും അവിടെ അരികിലുണ്ടാകും. അന്നേരം ശങ്കർജീനെ പറ്റി ഡോക്ടർ രാധികയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശങ്കർജി ആരാണെന്നൊക്കെ തിരിച്ചറിയുമ്പോഴേക്കും രാധികയും ചോദിക്കണേ, ഈ അമ്മയെ ആ ആശ്രമത്തിൽ നിർത്താൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. അന്നേരം ശങ്കർജി പറയണേ, ഈ അമ്മയ്ക്കൊരു അഭയകേന്ദ്രമല്ലേ, അമ്മയെ ഞാൻ കൂട്ടിക്കൊണ്ട് പൊക്കോളാം. അതേക്കുന്നതും രാധികയ്ക്ക് സന്തോഷവുമാണ്. അങ്ങനെ ശങ്കർജിയും ഡോക്ടറും രാധികയും അമ്മയും കൂടി ശങ്കർജിയുടെ വണ്ടിയുടെ അരികിലേക്ക് നടന്നു വരുമായിരിക്കും. ഈ സമയം മീനാക്ഷിയും ശ്യാമയും കൂടി വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു സീനാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അമ്മയും മകളും കൂടി കണ്ടുമുട്ടാനുള്ളൊരു നിമിത്തമാകുമോ ഈ അമ്മ? എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്